പ്രിയരെ നമസ്കാരം. ഞാൻ ജയകുമാർ അതിരപ്പള്ളി. ഇന്ന് എൻ്റെ യാത്ര ഏഴാറ്റുമുഖത്തിനടുത്തുള്ള എടലക്കാട് എന്നിടത്തേക്കായിരുന്നു. അവിടെ ഒലിവേലിച്ചിറ എന്ന ടൂറിസം സെൻ്ററുണ്ട്. അവിടുത്തെ ടൂറിസം സാധ്യതയെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മളോട് പറയുന്നത് കേൾക്കുക. അതിരപ്പള്ളിക്ക് പോകുന്ന ഇടത്തേക്കുള്ള ഒരു ഇടത്താവളമായി ഈ സ്ഥലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒലിവേലിച്ചിറയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ആദിവാസികൾ, അത് വാൽപ്പാറയിൽ നിന്ന് തുടങ്ങിയുള്ള ഒരു ആദിവാസികൾ വന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊച്ചിയിലെ കൊടുങ്ങല്ലൂരുള്ള കച്ചവടക്കാർക്ക് കൈമാറിയിരുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഒലിവേലിച്ചിറയും. രണ്ട് ചിറയും ഇടയ്ക്കൊരു മൈതാനം കൂടിയ ഒരു പ്രദേശമാണ് ഒലിവേലിച്ചിറ. ഈ പ്രദേശത്ത് ടൂറിസത്തിന് അസാധ്യമായ സാധ്യതയുണ്ട്. കാരണം ഈ ഒലിവേലിച്ചിറയിൽ നിന്നും ഈ ഇവിടെ തൊട്ടടുത്ത വനത്തിൻ്റെ നെറുകയിൽ വരെ സഞ്ചരിക്കാനും അവിടെ ചെന്നാൽ അതിമനോഹരമായ വ്യൂ പോയിൻറ്റുമുള്ളൊരു സ്ഥലവും നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലം കൂടിയാണ് ഒലിവേലിച്ചിറ. ഇവിടെ നിന്നും നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് എടുത്താൽ നടന്ന് ചാലക്കുടി പുഴയുടെ തീരത്ത് വനത്തിലൂടെ നടന്ന് എത്താം. ഈ ഒലിവേലി വനം കയറി പ്ലാന്റേഷനിലൂടെ നടന്ന് എത്താം. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എറണാകുളം ജില്ലയുടെ ഒരു അതിർത്തി പോയിൻ്റാണ്. ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായ മനുഷ്യവാസം ഇല്ലാത്തൊരു മേഖലയാണ്. ഒരു കാലത്ത് ഏറ്റവും പ്രകൃതി രമണീയമായ ഒത്തിരി ഔഷധ സസ്യങ്ങളുടെ കലവറയായിരുന്ന കേന്ദ്രം. എൻ്റെ ചെറുപ്പകാലത്ത് മൂക്കന്നൂരിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഇവിടെ നിന്നും ഔഷധ സസ്യങ്ങൾ ശേഖരിച്ച് മാർക്കറ്റിലേക്ക് വിൽക്കാൻ കൊണ്ടുവന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് നമ്മുടെ ആസൂത്രണത്തിൻ്റെ പാളിച്ചയാകാം ഇവിടെ ഉണ്ടായിരുന്ന നിബിഡ വനം വെട്ടിമാറ്റിക്കൊണ്ട് തേക്ക് പ്ലാന്റേഷൻ ഒരു 35 കൊല്ലം മുമ്പ് പ്ലാന്റ് ചെയ്തു. ആ തേക്ക് പ്ലാന്റേഷൻ വന്നതോടുകൂടിയാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു മനോഹാരിത നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ വനത്തിൻ്റെ ഒരു ഭാഗം കാലടി പ്ലാന്റേഷന് വേണ്ടി മാറ്റിവെച്ചു. ആ പ്ലാന്റേഷൻ റബ്ബർ വെട്ടി മാറ്റിക്കൊണ്ട് എണ്ണപ്പനിയായി. വനത്തിൻ്റെ ഇങ്ങ് വശം ഉണ്ടായിരുന്ന വനം കൂടി നശിപ്പിച്ചുകൊണ്ട് അത് ഈ പറയുന്ന തേക്ക് ആയി മാറി. അപ്പോൾ വന്യമൃഗങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം എങ്കിലും ആയിട്ട് ഈ പ്രദേശത്തെ നിവാസികൾ വന്യമൃഗ ആക്രമണം കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ആന പുറത്തിറങ്ങുന്നു. ഇവിടെ നിന്ന് 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ കാട്ടുപന്നിയും അതേപോലെ മലയാണ്ണാനും കുരങ്ങനും ഒക്കെ എത്തുന്നു. കർഷകരുടെ നിത്യവൃത്തിക്ക് പോലും കഴിയാത്ത വണ്ണം വന്യമൃഗ ആക്രമണം രൂക്ഷമാകുന്നു. പലരും ഇവിടെ നിന്നും സ്ഥലം വിറ്റ് പോകേണ്ടുന്ന സാഹചര്യം വരുന്നു. അതിന് ഒരു അറുതി വരുത്താൻ പറ്റുന്ന ചില ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. വളരെ മികച്ചൊരു പ്രദേശമാണ് ഈ പൂതംകുറ്റി, എടലക്കാട്, ഒലിവേലി എന്ന് പറഞ്ഞ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. അതിൻ്റെ ഭംഗിയും മനോഹാരിതയും പോകാതെ സൂക്ഷിക്കാൻ അതിൻ്റെ തുടക്കം കുറിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഒലിവേലിച്ചിറ. ഇവിടെ ഒരു ടൂറിസം പദ്ധതി ഏകദേശം ഒരു 30 വർഷം മുമ്പ് ഈ ചിറയൊക്കെ നവീകരിച്ച് ഈ ഒരു ഇന്ത്യയുടെ ഭൂപടമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതാണ്. അത് നിന്നുപോയി. ഈ ചിറയിലെ ചെളി കോരി മാറ്റി ഇവിടെ ഇത് സംരക്ഷിക്കാൻ പറ്റിയാൽ ഈ പ്രദേശത്തെ വന്യമൃഗങ്ങൾക്ക് സുഭിക്ഷമായി വെള്ളത്തിനുള്ള ഒരു സ്ഥലം ഇത് തന്നെ ആണ്. ഇതിൽ നിന്നും കുറച്ചുകൂടി മുകളിൽ കയറിയിട്ടാണ് ഒരു ചെക്ക് ഡാം ഉള്ളത്. അതൊക്കെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ടുകൂടിയാണ് വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. 18-19 കിലോമീറ്ററും, മലയാറ്റൂർക്ക് ഒരു 12 കിലോമീറ്റർ ഉണ്ട്, അങ്കമാലിക്ക് ഒരു 15 കിലോമീറ്റർ, കാലടി ഒരു 15 കിലോമീറ്റർ, ചാലക്കുടി ഒരു 17 കിലോമീറ്റർ. ഈ പ്രദേശത്തിൻ്റെയൊക്കെ കാലടിക്കും അങ്കമാലിക്കും ചാലക്കുടിക്കും ഇടയ്ക്ക് ഉള്ള ഏറ്റവും മനോഹരമായൊരു പ്രദേശമാണത്. ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയാൽ പിന്നെ കാടാണ്. അപ്പോൾ ആളുകൾക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ ഏറ്റവും അതിരപ്പള്ളിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വാൽപ്പാറയ്ക്കോ പോകുന്നവർക്ക് അല്ലെങ്കിൽ മൂന്നാറിന് പോകുന്നവർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു പ്രധാന കേന്ദ്രമാണ് ഈ എടലക്കാട് ഒലിവേലി പ്രദേശങ്ങൾ. ഒലിവേലിച്ചിറ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ എടലക്കാട് ലേക്ക് എന്ന് അടിച്ചാൽ നിങ്ങൾക്കത് ഗൂഗിൾ മാപ്പിൽ കിട്ടും. അപ്പോൾ ഈ പ്രദേശം നിങ്ങൾ കാണുക. ഈ പ്രദേശത്ത് വന്ന് റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന് ചുറ്റുപാടുള്ള വനപ്രദേശങ്ങൾ ട്രക്കിങ്ങിന് പറ്റിയൊരു ഏറ്റവും സുരക്ഷിതമായൊരു ഇതാണ്. കാരണം ഈ വനപ്രദേശത്തിൻ്റെ ചുറ്റും റോഡാണ്. ചുറ്റും റോഡുള്ളതുകൊണ്ട് ഒരിക്കലും അപകട സാധ്യതയുള്ളൊരു മേഖലയില്ല. ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. ഈ വനത്തിൻ്റെ മുകളിൽ വരെ പണ്ട് ജീപ്പ് ചെല്ലുന്നൊരു സാധ്യത ഉണ്ടായിരുന്നു. വനത്തിലൂടെയൊക്കെ ഈ തേക്കിലൂടെ മുഴുവൻ റോഡുകളുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രദേശ ടൂറിസം മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഉയർത്തുന്നതിനും കഴിയുന്ന രീതിയിലായി മാറും. മറ്റൊന്നുള്ളത്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും 1/2 മണിക്കൂർ കൊണ്ട് ഈ സ്ഥലത്ത് എത്താം.
എറണാകുളം ജില്ലയിൽ തട്ടേക്കാട് മാത്രമാണ് ജനങ്ങൾക്ക് ഈ പറയുന്ന വനം ബന്ധപ്പെട്ടൊരു പഠനത്തിനുള്ള ഒരു അവസരം ഉള്ളത്. മറ്റൊരു സ്ഥലത്തും നിലവിലതില്ല. ജനത്തിന് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നതും അതിരപ്പള്ളി പോലൊരു ടൂറിസം സെൻറ്ററിനോട് സാമീപ്യമുള്ളത്, ഷൈജു പറഞ്ഞ പോലെ കാലടി, മലയാറ്റൂർ പോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇവിടെ നിന്നും ഒരു 35-40 മിനിറ്റ് ഡ്രൈവിൽ മുസിരീസ്, കൊടുങ്ങല്ലൂർ മുസിരീസ് കേന്ദ്രത്തിലേക്ക് എത്താം. വളരെ അധികം വികസന സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന ഒലിവേലിച്ചിറയും ഒലിവേലി വനവും പരിസര പ്രദേശങ്ങളും. വനംവകുപ്പ് ഇത് ആളുകൾക്ക് നേച്ചർ ക്യാമ്പിനുള്ള ഒരു ക്യാമ്പ് സൈറ്റാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ പരിസരവാസികൾക്ക് പറയാനുള്ളത്.